ഒക്ടോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മുടെ കിത്തുവിൻ്റെ ബർത്ത്ഡേ ആണ് വരാൻ പോണേ. അപ്പോൾ ഇപ്രാവശ്യം 11th ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല എന്ന്. പക്ഷേ ദൈവം വേറൊന്നായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാവരും, അതായത് ഇന്ത്യയിലുള്ള എല്ലാവരും അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ കറക്റ്റ് ദീപാവലിയുടെ അന്നായിരുന്നു അവളുടെ ബർത്ത്ഡേ, 20-ാം തീയതി. അങ്ങനെ ബർത്ത്ഡേക്ക് ഷോപ്പ് ചെയ്യണ്ടേ, അതിനെങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് എന്നാൽ പിന്നെ ഒരു മോളിൽ പോവാം. അത്യാവശ്യം ഒരു ഹോളിഡേ ആയിരുന്നു, ഒരു സാറ്റർഡേ ഒരു സൺഡേ ഞങ്ങൾ വെറുതെ ബർത്ത്ഡേയുടെ കുറച്ച് 1 വീക്ക് മുന്നേ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. അങ്ങനെ പോയി കിത്തുവിന് ഇഷ്ടമുള്ള 1-2 ടോപ്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾക്കും കുറച്ച്, ഞങ്ങളുടെ ആനിവേഴ്സറിയും ഈ ഒരു മാസം തന്നെ പറഞ്ഞത്. അപ്പം ഞങ്ങൾക്കുള്ള ഡ്രസ്സും, അപ്പം പിന്നെ നിത്തുവിനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ, അപ്പം നിത്തുവിനും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെറിയ രീതിയിലൊരു ഷോപ്പിംഗ് ചെയ്തു. എല്ലാവരും ദീപാവലി ഷോപ്പിങ്ങിന് വന്ന സമയമായിരുന്നു, നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ സ്പാർ സൂപ്പർ മാർക്കറ്റിലാണ് പോയത്. അതിനാണ് മെയിനായിട്ട് ഈ നെക്സസ് വിജയ മോളിൽ തന്നെ വന്നത്. അതിവിടെ മെറീന മോളിലും ഈ ഒരു മോളിലും മാത്രമേ ഉള്ളൂ. പൊതുവേ എനിക്കൊരു ചീത്തപ്പേരുണ്ട്, മാളൂട്ടി എന്നാണ് എന്നെ എല്ലാവരും വിളിക്കുക, മോളിൽ പോകാൻ ഇഷ്ടമുള്ളതുകൊണ്ട്. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ബട്ടിൻ്റെ എക്സ്പ്രസ്സിൽ വന്നു. ഇങ്ങനെ ട്രെയിനൊക്കെ പോലെ ഒരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഫുഡും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡായിരുന്നു. ഇത് നെക്സ്റ്റ് വീക്കിലെ വീഡിയോ ആണ്, അതായത് 20th ദീപാവലിയുടെ അന്ന് നമ്മൾ കിത്തുവിനെയും കൊണ്ട് പുറത്തേക്ക് പോയതായിരുന്നു. അവളുടെ അടുത്ത് എന്താണ് ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ പ്ലാൻ ചോദിച്ചപ്പോൾ അവൾ ആദ്യം പറഞ്ഞത് ബാർബിക്യൂ പോകണം എന്നായിരുന്നു. ഈ വലിയ വായിൽ പറയണ പോലെ ഒന്നും കഴിക്കുകയൊന്നുമില്ലെങ്കിലും പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ലാസ്റ്റ് അവിടെ ഡെസേർട്ട് സെക്ഷനിൽ വേണ്ടിയിട്ടൊന്ന് മേയാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് പോകണമെന്ന് പറയണേ. അങ്ങനെ ഞങ്ങൾ ഓക്കെ, അവരുടെ ആഗ്രഹം പറഞ്ഞല്ലേ. വലിയ വലിയ ബർത്ത്ഡേ ഗിഫ്റ്റുകളൊന്നും ഇപ്പോൾ നമ്മൾ വാങ്ങി കൊടുക്കണത് നിർത്തി, ബാർബി സെറ്റ് അങ്ങനത്തെ പ്രായമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ പറഞ്ഞ കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റുകളും കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോണ വഴിയിൽ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. മഴയൊക്കെ പെയ്ത് ഒന്ന് തോർന്നിരിക്കുന്ന ഒരു സമയം, അവിടെ മഴയും വരും വെയിലും വരും ഒരേ സമയത്ത്, അങ്ങനെയായിരുന്നു ക്ലൈമറ്റ്. അങ്ങനെയാണ് ഇപ്പോഴും ക്ലൈമറ്റ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ സമയം 12 മണിക്കാണ് അവിടെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 11:30 ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് അവിടെ അടുത്തെത്താറായി. ഞാനും വിചാരിച്ചു എന്തിനാ ഇത്ര നേരത്തെ പോണേ, ഇന്ന് ദീപാവലി അല്ലേ, അപ്പോൾ ആരും ഉണ്ടാവില്ല, ഹോട്ടൽ കാലിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചേ. നോക്കുമ്പോൾ 11 ആയപ്പോഴേക്കും ആൾക്കാർ വന്ന് അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അവിടെ ബുക്കിംഗ് സിസ്റ്റമാണ്, നമ്മൾ മുന്നേ പോയി കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ അടുത്താണെങ്കിൽ പോയി ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് സീറ്റൊക്കെ കിട്ടുള്ളൂ. ഒരു പ്രാവശ്യം എപ്പോഴോ നമ്മൾ വന്നിട്ടുണ്ട്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ ഒക്കെ മുമ്പാണോ എന്ന് ഡൗട്ടുണ്ട്. വന്നിട്ടുണ്ട്, എനിക്ക് വന്നപ്പോഴാണ് അയ്യോ ഇവിടെ എവിടെയോ വന്ന ഒരു ഓർമ്മയുണ്ടല്ലോ എന്ന്. നമുക്കൊരു കോർണർ സീറ്റ് കിട്ടി. നമ്മൾ ഇരുന്നപ്പോൾ 12 മണിയാണ് കേട്ടോ, പക്ഷേ 1 മണിയൊക്കെ ആയപ്പോഴേക്കും നിറച്ച് കണ്ടോ. അപ്പോഴേക്കും അവിടെ ഫുൾ ടേബിൾ ഫില്ലായി തുടങ്ങി. ഇവിടെയൊക്കെ ഒരു പ്രത്യേകത തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തരുന്നുണ്ട്, നല്ലതായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഫോട്ടോസ്, ഗ്രൂപ്പ് ഫോട്ടോ, അത് ഇതെന്ന് പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ ഈ ഒരു ഗ്രിൽഡ് ഐറ്റംസ് ആ 3 പേരുടെയും വെജും എൻ്റെ മാത്രം നോൺ വെജ് ആയിരുന്നു. അങ്ങനെ ഇതുവരെ ട്രൈ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം മുതലാക്കണമല്ലോ, പക്ഷെ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. ഞങ്ങൾക്ക് സ്റ്റാർട്ടേഴ്സ് ഇങ്ങനെ അൺലിമിറ്റഡ് ബാർബിക്യൂ, ഫിഷ്, ചിക്കൻ, പനീർ, മഷ്റൂം അങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ട് വെച്ച് അത് കഴിക്കുമ്പോഴേക്കും തന്നെ വയറ് ഫുള്ളാവും. പിന്നെ ഒന്നും കഴിക്കാൻ സ്ഥലം ഉണ്ടാവില്ല വയറിൽ. പിന്നെ ഇവിടെ പോയാലും ഇപ്പം ഞങ്ങൾ ട്രൈ ചെയ്യണതാണ് പാനിപ്പൂരി, ചാട്ട ഐറ്റംസൊക്കെ, അത് ട്രൈ ചെയ്തു. പിന്നെ കുട്ടികളൊന്നും മെയിൻ കോഴ്സൊന്നും തൊടാറേ ഇല്ല സാധാരണ. ഇപ്പോൾ കിത്തു തന്നെ വന്നാലും വല്ല തൈര് സാദമോ അല്ലെങ്കിൽ പ്ലെയിൻ റൈസ് വിത്ത് ദാല് അങ്ങനെയൊക്കെയാണ് മെയിൻ കോഴ്സ് കഴിക്കുക. പക്ഷെ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി കഴിക്കുന്നവർക്ക് അതും ഉണ്ട് ശരിക്ക്. റൊട്ടി വേണമെങ്കിൽ റൊട്ടി, അതിൻ്റെ കറി, പല ടൈപ്പിലുള്ള കറികളൊക്കെ ഉണ്ട്. അപ്പം ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ പിസ്സ ട്രൈ ചെയ്യണേ. അതായത് ലൈവ് കൗണ്ടറിൽ നമ്മൾ പറഞ്ഞ ടോപ്പിങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഡോ പരത്തിയിട്ട് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്ത് തരും. അപ്പോൾ അതൊക്കെ നല്ല ഏർപ്പാടായിരുന്നു. അത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല, ഉണ്ടാവും, നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ പാൻ കേക്ക് ഉണ്ടായിരുന്നു, പോപ്കോണ്, അങ്ങനത്തെ കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് ഇവിടെ തോന്നിയത് ലോട്ടസ് സ്റ്റെമ്മിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു വെജിൽ. അത് മാത്രമാണ് എനിക്ക് ഒരു പുതുമയായിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും ഇതുപോലെ ബാർബിക്യൂവിൽ പോകണം എന്നേ തോന്നാറില്ല. കാരണം നമ്മളെപ്പോഴും കഴിച്ച് അതേ ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ എനിക്ക് വെറൈറ്റി ആയിട്ടൊന്നും തോന്നാത്തതുകൊണ്ട് ഇനിയിപ്പോൾ വെറൈറ്റി എന്താ കൊണ്ടുവരാനുള്ളതെന്ന് ആലോചിച്ചാലും പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ നമുക്ക് ആ ഒരു സ്റ്റാർട്ടേഴ്സും
ലാസ്റ്റുള്ള ഡെസേർട്ട് ഐറ്റംസിന് വേണ്ടിയിട്ടാണ്. ദേ ആ ഒരു കൗണ്ടർ വന്നു, ഓൾമോസ്റ്റ് ഇതേ കഴിഞ്ഞു, കണ്ടോ പകുതിയായി ആൾക്കാർ. ഞാൻ നോക്കിയപ്പം കുറേ കുട്ടികളൊക്കെ വന്നിട്ട് വേറെ ഒന്നും കഴിക്കുന്നില്ല, ജസ്റ്റ് ഈ ഒരു ഡെസേർട്ട് കഴിക്കണുണ്ട് ചെറിയ ചെറിയ കുട്ടികൾ വന്നിട്ട്. ഞങ്ങളുടെ 3 പേരുടെയും കൂട്ടിയിട്ട് ഒരുമിച്ച് ഒരു പ്ലേറ്റിലാക്കിയതാട്ടോ, തെറ്റിദ്ധരിക്കണ്ട, ഓരോരുത്തരൊന്നും ഇത്രയും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇത് ചോക്ലേറ്റ് ഫൗണ്ടൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു, ഹണി കേക്ക്, ക്യാരറ്റ് കേക്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡെസേർട്ടൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ അവർ മാക്സിമം ക്വാണ്ടിറ്റി കുറച്ച് അങ്ങനെ വെക്കുള്ളൂ, വെറൈറ്റി കൊണ്ടുവരില്ല. കാരണം അത് വേഗം ചിലവാകുന്ന ഒരു ഐറ്റം ആണല്ലോ ഈ ഡെസേർട്ട് എന്ന് പറയണത്. പിന്നെ ഈ കോൾഡ് സ്റ്റോൺ ഇതിൽ കിട്ടുന്ന ഐസ്ക്രീം ഇല്ലേ, അടിച്ചു പരത്തിയിട്ട് സ്ലൈസ് ആക്കി തരുന്ന ഐസ്ക്രീം, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കിത്തുവിന് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു, ഐസ്ക്രീം ഐറ്റംസേ വേണ്ട. അങ്ങനെ തിരിച്ച് ഞങ്ങളൊരു 1:30 ആയപ്പോഴേക്കും, ഞങ്ങളാണ് ഫസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നു, കഴിഞ്ഞിട്ട് 1:30 ആയപ്പോഴേക്കും ഇറങ്ങി. വീട്ടിൽ വന്നപ്പോഴേക്കും അടുത്ത വീട്ടിലെ ആൻറ്റി ഞങ്ങൾക്ക് കുറച്ച് ദീപാവലിയുടെ പലഹാരങ്ങൾ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു, അതാണിത്. അപ്പം അതും ഈവനിങ് സ്നാക്കായിട്ട് കഴിച്ച് കുറച്ച് നേരം TV ഒക്കെ കണ്ട് റെസ്റ്റ് എടുത്ത് ഞങ്ങൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കിത്തുൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പം എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ കേക്ക് മുറിക്കാറുണ്ട്. അപ്പം നമ്മൾ കുഞ്ഞൊരു കേക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങൾ മാത്രം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം ബർത്ത്ഡേ ഒരു ഹോളിഡേയിലായിരുന്നല്ലോ, അല്ലെങ്കിൽ കളർ ഡ്രസ്സ് ഇട്ടിട്ട് സ്കൂളിൽ കൊണ്ടുപോയി ചോക്ലേറ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം അത് പറ്റിയില്ല. ദീപാവലിയുടെ നെക്സ്റ്റ് ഡേയും സ്കൂളില്ല, അതിൻ്റെ നെക്സ്റ്റ് ഡേ ഇപ്പം ഇന്ന് മഴ കാരണം ലീവ് കൊടുത്തു. അങ്ങനെ നീണ്ടു പോവാം. അപ്പോൾ ഈ ഡ്രസ്സ് ഇനി സ്കൂളിലേക്ക് ഇടണോ വേണ്ടിയെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പക്ഷെ വേണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിരിക്കുകയാണ് കിത്തും. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്ക് കഴിച്ച് ആ ഒരു ഈവനിങ് ഫുള്ള് അങ്ങനെ നമ്മുടെ പോയി. അടുത്ത ഐറ്റമായ സമ്മാന വിതരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞു, കേക്ക് തീറ്റ മത്സരം അതൊക്കെ കഴിഞ്ഞതേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കുഞ്ഞു ഗിഫ്റ്റായിട്ടാണ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പം അച്ഛൻ്റെ വക സർപ്രൈസായിട്ട് എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കറക്റ്റായിട്ട് വന്നേ ഇല്ല. എനിക്ക് തോന്നുന്നത് ദീപാവലിയൊക്കെ ആയതുകൊണ്ട് ഷിപ്മെൻറ്റ് വൈകി, കറക്റ്റ് ദിവസം വന്നില്ല. അത് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ കൊടുത്തത് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഞാനും നിത്തും കൂടിയിട്ട് മാത്രം പോയി വാങ്ങിച്ചു, കുഞ്ഞു ഗിഫ്റ്റുകളാട്ടോ. ആവശ്യമുള്ളൊരു സംഭവം പറഞ്ഞ് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാം, ബാക്കിയുള്ളതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കും, നിത്തുവിന് വേണമെങ്കിൽ നിത്തുവിന് വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അച്ഛന് വേണമെങ്കിൽ അങ്ങനെ. അതായത് നിർബന്ധമില്ല, ഒരു ഗിഫ്റ്റേ ഉള്ളൂ ശരിക്കും. അപ്പോൾ ഈ ഒരു ബാഗ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, കിത്തുവിൻ്റെ പ്രായത്തിനും ഒക്കെ യോജിച്ചതാണ്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പ്രിൻ്ററാണ് കേട്ടോ, ചെറിയ പ്രിൻ്റർ, പോർട്ടബിൾ പ്രിൻ്റർ, ആമസോണിൽ നോക്കി വാങ്ങിച്ചതാണ്. അപ്പോൾ ഇവർക്ക് ഈ 2 തരത്തിൽ യൂസ് ചെയ്യാം. ഒന്ന് ജേർണലിങ്ങിന്, അങ്ങനെയുള്ള ചെറിയ അവരുടെ ഫോട്ടോസ് പ്രിൻ്റ് എടുത്ത് ഒട്ടിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ചെയ്യാം. ഡെക്കറിന് വേണ്ടി യൂസ് ചെയ്യാം. ഇല്ലയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് വന്നു, പെട്ടെന്നൊരു പ്രിൻ്റ് എടുക്കണമെന്ന് വെച്ചാൽ അവൾക്ക് അവളുടെ ടാബുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ ഇത് പ്രിൻ്റ് എടുക്കാം, നമ്മളുടെ ഒരു ആവശ്യം വരില്ല. ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി, അവരുടെ അമ്മ വാങ്ങിച്ചു കൊടുത്താണ്. ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഒരേ ഫ്ലാറ്റിൽ ഇപ്പോൾ ഒരു 10-11 വർഷമായിട്ട്, കിത്തുവിനെ പ്രഗ്നൻ്റ് ആയ ടൈമിലാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറുന്നത്. ഇപ്പോൾ 11 ഇയേഴ്സായി ഞങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട്. അപ്പം അത്രയും സൗഹൃദമുണ്ട് ഞങ്ങൾക്ക് ആ വീടുമായിട്ട്. അവരെല്ലാ ബർത്ത്ഡേക്ക് ഇതുപോലെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഈ ഒരു ലോട്ടസ് ഇപ്പോൾ ട്രെൻഡിങ് അല്ലേ, നെക്ലസിലാണെങ്കിലും. ഞങ്ങളന്ന് നെക്സസ് വിജയ മോളിൽ പോയപ്പോൾ അവിടുത്തെ ഡെക്കറാണെങ്കിലും എല്ലാം ഈ ഒരു ലോട്ടസാണ്. അപ്പോൾ ഞാൻ ആമസോണിൽ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ട് ഇത് വാങ്ങിച്ചതാട്ടോ. അത് ജസ്റ്റ് ഇട്ടുവെന്നേ ഉള്ളൂ ഇതിൽ. ഇപ്പോൾ അത് കഴിഞ്ഞ് ഒരു 7 മണിയോടുകൂടി ഞങ്ങൾ ജസ്റ്റ് ടെറസിൽ പോയി. സാധാരണ ഞാൻ പോവാറേ ഇല്ല, എനിക്ക് ഈ പൊല്യൂഷനും എനിക്ക് കാശ് കൊടുത്ത്
പടക്കം വാങ്ങിച്ച് പൊട്ടിക്കണതിനോടും ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ എനിക്ക് ഇഷ്ടം തന്നെയായിരുന്നു. എനിക്ക് കുറച്ച് ബോധം വന്ന് പൈസയുടെ ഒക്കെ ഒരു വില അറിഞ്ഞതുകൊണ്ടാണോ എനിക്കറിയില്ല ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ, എത്ര പേര് യോജിക്കണമെന്ന്. പക്ഷെ എനിക്ക് ഇത്രയും പൈസ ചുമ്മാ ഒരു റിച്വലിന് വേണ്ടി ചെയ്യാം എന്നല്ലാണ്ട് ഒരു 10,000, 20,000, 30,000 രൂപയ്ക്ക് 1,00,000 ഇതുപോലെ വാങ്ങിച്ച് പൊട്ടിച്ച് കളയണ കാണുമ്പോൾ എനിക്കെന്തോ വിഷമമായതുകൊണ്ട് ഞാൻ സാധാരണ ഇതൊന്നും കാണാൻ പോകാറില്ല. ഇപ്രാവശ്യം കിത്തുവിൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ അവളുടെ ബർത്ത്ഡേ എന്തോ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യണ ഒരു ഫീലിംഗ് അവൾക്കുണ്ട്. അപ്പോൾ അത് കെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് ജസ്റ്റ് കുറച്ച് നേരം നോക്കി നിന്നു. ഭയങ്കര ഡേഞ്ചറസ് ആട്ടോ. മുകളിലേക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അത്ര സേഫ്റ്റി ഒന്നുമില്ല. എനിക്ക് പേടിയാണ്, ശബ്ദം കേട്ടാൽ ഞെട്ടും. എന്നാലും ഞാൻ കുറച്ച് നേരം നിന്ന് നിത്തു വീഡിയോ എടുക്കുന്നുണ്ട്, ഞാനും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. കാര്യം കാണാൻ രസം തന്നെയാണ്, പക്ഷേ ഭയങ്കര പേടിയുമാണ്. ആ ഒരു ഇത് ആലോചിക്കുമ്പോൾ എനിക്ക് അതിനോട് യോജിക്കാനും പറ്റില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം മുകളിൽ പോയി അതൊക്കെ കണ്ടു. ഇപ്പം നമ്മൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ ആൾക്കാർ എന്ത് ഇൻട്രസ്റ്റിലാണ് പോയി കാണണേ, അപ്പം അത് നമുക്ക് ഇവിടെ കാണാം. ഇപ്പൊ വരും. പോവാം. നിത്യശ്രീ പോവാം, വീട്ടിൽ പോവാം. പേടിയാണോ? ഇല്ല, നാളെ ഞാൻ ലീവ് എടുക്കും. റോഡിൽ വണ്ടി ഓടിക്കാൻ കണ്ണു കാണില്ല എന്ന് പറഞ്ഞിട്ട് പോകയാ. അതന്നെ ഓവർ തുറക്ക്. ലഞ്ച് ബാഗാ? ലഞ്ച് ബാഗ് വെയിലെന്താ? ഇതെന്തോ എന്റെ വെയില് എന്താ? ഷുഗർ കേൻ. ഓ അതന്നെയാ പോണ്ട ഇഷ്ടോ. നാട്ടിൽ പോകുമ്പോ പാക്ക് ചെയ്യളുപ്പാ. ഇതാണ് കേട്ടോ ആ പറഞ്ഞ സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ നല്ലൊരു ഐഡിയ ആണ്. അവൾക്ക് ഇഷ്ടമുള്ള ഒരു 10 ഐറ്റംസ് ആമസോണിൽ കാർട്ടിൽ ആഡ് ചെയ്യാൻ പറഞ്ഞു. അതിൽ നിന്ന് ഒരു 2-3 ഐറ്റംസ് സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്തു. അങ്ങനെയാണ് സർപ്രൈസ് കൊടുത്തത്. അല്ലാതെ നമ്മൾ എന്ത് വാങ്ങിച്ചാലും ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോശമല്ലേ, അതുകൊണ്ട്. ഏത് അത് പറഞ്ഞ മെഴുകുതിരിയോ? ജേണൽ ബുക്ക്. ഓക്കെ, സൂക്ഷിച്ചു വെച്ചോ. ഇപ്രാവശ്യത്തെ ദീപാവലിയും കിത്തുവിൻ്റെ ബർത്ത്ഡേയും ഒക്കെ നല്ല അടിച്ചു പൊളിച്ച് നമ്മൾ ഹോളിഡേ ആയതുകൊണ്ട് ആഘോഷിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ നമ്മൾ ഇതിലത്തെ പ്രിൻ്ററും ബാക്കിയുള്ള ഗിഫ്റ്റുകളുടെയൊക്കെ ഓപ്പണിംഗ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് കണ്ടോളൂ കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.